അപ്പോൾ ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ചയാണ്, സൺഡേ ആണ്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ച് വന്നിരുന്നു. ഞങ്ങളുടെ സംസാരമല്ലേ ഇഷ്ടം നിങ്ങൾക്ക്. അപ്പം ഞാനും അമ്മ ഇരിക്കുന്നുണ്ട്, നോയിലും ഉണ്ട് ഇവിടെ. നോയിലിന് സ്റ്റിക്ക് വെച്ചെടുക്കാൻ അറിയില്ല, എന്നവന് കൈ പിടിച്ചെടുക്കണം. ഞാൻ ഇവിടെ ഇരിക്കുന്നു, വീഡിയോ എടുക്കുന്നു. എനിക്കിങ്ങനെ പിടിക്കാനൊന്നും അറിയില്ല, നമ്മളൊക്കെ പഠിച്ചു വന്നുള്ളൂ. പിന്നെ നല്ല ചൂട് മക്കളെ, സഹിക്കാൻ പറ്റില്ല. വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുക. ടെക്നോ ആരാന്ന് ശരിക്കും ചോദിക്കുന്നുണ്ട്. ഇത് ടെക്നോ എന്ത് ടെക്നോളജി വെച്ചാണ് ഇവൻ ഉണ്ടാക്കിയത്, അതുകൊണ്ടാണോ ടെക്നോ എന്ന് പേരിട്ടേണെന്ന് ചോദിച്ചൊരു കമന്റില് ഞാൻ കണ്ടു. ടെക്നോ എന്ന് പേരിട്ടുണ്ട്, വേറെ ഒന്നുമല്ല. എന്ത് ടെക്നോളജി വെച്ചാ നിന്നെ ഉണ്ടാക്കിയെന്ന്. അതെന്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ചാനലിന്റെ പേരാണ് ടെക്നോ ഫ്ലിപ്പ്. ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും ടെക്നോ ഫ്ലിപ്പ് എന്നാണ്. അതെടുത്ത് നോക്കിയാല് നിങ്ങൾക്കറിയാം, ടെക്നോ ഫ്ലിപ്പ് ചാനൽ എടുത്ത് നോക്കിയാല് ടെക്നോ ആരാണെന്ന് അറിയാലോ. 8 ലക്ഷം സബ്സ്ക്രൈബറുള്ള യൂട്യൂബ് ചാനലും 5 ലക്ഷം സബ്സ്ക്രൈബറുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അപ്പൊ അതെടുത്ത് നോക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങള് ടെക്നോ എന്ന് വിളിക്കണത്. ആളുടെ പേര് ശരിക്കും റോയ് എന്നാണ്, റോയ് ഡിസിൽവ. ഞങ്ങൾ ഇനി അറിഞ്ഞില്ലെന്ന് വേണ്ട, ഞങ്ങൾ ആംഗ്ലോ ഇന്ത്യൻസ് ആണ്, പറങ്കികൾ എന്ന് പറയും. അവരാണ് ഞങ്ങൾ ചേച്ചീനെ ചിറ്റാന്നും ചേട്ടനെ ബൂയെന്നാണ് വിളിക്കണേ. ഇതൊക്കെ സംശയങ്ങൾ മമ്മി പറഞ്ഞുതരേ. ഒരുപാട് പേര് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അമ്മു എന്റെ മരിമോളാണ്, മൂത്ത മോന്റെ ഭാര്യയാണ്. എനിക്ക് മൂത്ത മോനാണ് നോയല്, ഇളയ മോനാണ് റോയല്. എനിക്ക് 2 മക്കള്, ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡ് ഇങ്ങനെ തണ്ടല് തേമാനവും വയ്യായി. പിന്നെ ആള് അയ്യയ്യേ. അപ്പൊ അല്ല, ഇപ്പൊ ഓൾറെഡി ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഹസ്ബൻഡ് റൂമിലുണ്ട്, ആള് വീഡിയോയിൽ വരാൻ വലിയ താല്പര്യം. റൂമിലുണ്ട്, ആൾക്ക് വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഇതുപോലെ ആളല്ല, ഒരു ഒതുങ്ങി കൂടിയേക്കണ ആളാണ്. അപ്പൊ ആള് റൂമിലുണ്ട്, വീട്ടിൽ തന്നെ ഉണ്ട്. ആളുടെ കാര്യങ്ങളെല്ലാം നമ്മള് റെഡിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ചോദിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവ് കമന്റുകൾ ചോദിക്കണതിന് മറുപടി പറയുന്നതാണ് മമ്മി. വേറെ നിങ്ങൾ വിഷമമൊന്നും വിചാരിക്കണ്ട, നിങ്ങൾ ചോദിക്കണതിന് മറുപടി. നിങ്ങൾ ഇപ്പൊ എന്ത് നെഗറ്റീവ് ചോദിച്ചാലും ഒരു കുഴപ്പവുമില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷമകരമായ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. കുറെ പേര് ചോദിക്കുന്നുണ്ട്, ഞാൻ മക്കളേന്ന് വിളിക്കുന്നത് സന്ധ്യാമന അല്ലെ, കടൽ മച്ചാന്റെ കൊമ്പനല്ല, കടൽ മച്ചാന്റെ അമ്മ വിളിക്കണ പോലെയാണ് ഞാൻ വിളിക്കുന്നത്. അവര് വേറെ, ഞാൻ വേറെ. അവര് വിളിക്കുന്നത് മക്കളുമാരേന്നാണ്, ഞാൻ മക്കളേന്നാ വിളിക്കുന്നത്. കമന്റ് കണ്ടു തുടങ്ങിയതിന് ശേഷം മമ്മി എടുത്ത് നോക്കിയാലേ? കമന്റ് കണ്ടതിന് ശേഷമാണ് ഞാൻ എടുത്ത് നോക്കിയത്. അവരെവിടെ കിടക്കണ്? നമ്മ ഈ താഴെ കിടക്കണ്. അവര് പറയണ പോലെ ഒരാളാ എന്തുമാത്രം. നിങ്ങൾ ഈ യൂട്യൂബ് കാണുന്ന ആൾക്കാര്, ഈ ഷോർട്ട് വ്ളോഗൊക്കെ കാണുന്നവര് ശ്രദ്ധിച്ചാലറിയാം, ഒരു കൂട്ടർ ഇടണത് അടുത്ത ആളിട. ഞാൻ കാണുന്ന കാരണം കൊണ്ട് ഞാൻ പറയുന്നതല്ല, ഞാൻ വേറെ ഒന്നുമല്ല. അതൊന്നും ഞങ്ങൾ ചെയ്യണില്ലല്ല. ഇതിനാണ് ആൾക്കാർക്ക് ഈ പൊങ്കാല ഇടാൻ വരണ്ടേ. അതിന് പൊങ്കാല ഇട്ടാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചവിട്ടിക്കുടി, ഞാൻ മമ്മി ചെറുപ്പത്തിലേ തുടങ്ങി അങ്ങനെയാണ്. ഒരു ചവിട്ടിക്കുടി കേട്ട് ഒരു ചവിട്ടിക്കുടി കളയും. നമ്മ അത് എടുത്ത് വെക്കാറില്ല. അല്ല, അത് പറയണ്ടേ, അറിയണ്ടേ. അങ്ങനെ അറിയണെന്നുണ്ടെങ്കിൽ പറയണമെന്ന് പറയണത് ശരി. പിന്നെ വിഷമകരമായ ചോദ്യങ്ങൾ വരുമ്പോ റീച്ച് കിട്ടാൻ വേണ്ടി അവരെ മക്കളെന്ന് വിളിക്കുന്നത്. മക്കളേന്ന് എനിക്ക് 52 വയസ്സായി. അപ്പൊ ഞാൻ എല്ലാവരെയും മക്കളേന്നല്ലാണ്ട് എടാ പോടാ വാടി നീ ഇടീന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. അതിനും നിങ്ങ അങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും നിങ്ങ പൊങ്കാലയിടും. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ ആരെയും അനുകരിക്കുന്നതല്ല. ഞങ്ങളുടേതായ വീഡിയോയില് ഇങ്ങനെ പറയണതാണ്. കുറെ പേര് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സന്ധ്യാമന അനുകരിച്ചൊന്നല്ല നമ്മ പറയണേ. എൻ്റെതായ ഒരു ശൈലിയിലാണ് ഞാൻ പറയണത്. ഞാനിത് വീഡിയോ എടുത്തു തുടങ്ങി ഞാൻ അങ്ങനെയാണ് വിളിക്കണേ. ഞാൻ യൂട്യൂബ് ഞാൻ അതന്നെ. നിങ്ങൾ ആരും മക്കളെ ആരും സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട. എന്നോട് കമന്റ് പറഞ്ഞതിന് കുറച്ച് മറുപടി തന്നുള്ളൂ. അതിൽ ആരും വിഷമമൊന്നും വിചാരിക്കണ്ട. ഞങ്ങൾക്ക് ഒട്ടും വിഷമമില്ല. പാടാ, എന്തിന് കണ്ണീര്?
കണ്ണീരും അങ്ങനെയൊന്നുമില്ല. ഒരു കരണത്തടിച്ചാൽ മറ്റൊരു കരണം കൂടി കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞേക്കണേ. നിങ്ങൾ പോലെ ഒരു കരണത്തടിക്കാൻ ഞാൻ മറ്റൊരു കരണം കൂടി കാണിച്ചു തരും, വന്നടിച്ച് പോയിക്കോ, ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ ചോദിച്ചതിന് അങ്ങനെ മറുപടി പറഞ്ഞെന്നുള്ളൂ കേട്ടാ. അതിന് നിങ്ങൾ ഞാൻ യൂട്യൂബ് കാണാൻ തുടങ്ങി എന്താ പറയാ, യൂട്യൂബ് ഞാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിള്ളേരുകൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ചാനലുകൾ അവരോടെടുത്ത് തരിക്കണം. എനിക്ക് ഇതിൽ യൂട്യൂബ് കാണിച്ചത് എങ്ങനെയാണ് അതെടുക്കാനറിയാം, വാട്സാപ്പ് മറ്റേ മെസ്സേജ് വന്നത് അതൊക്കെ നോക്കാനറിയാം, ഇൻസ്റ്റാഗ്രാം പോലും എടുക്കാൻ എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ കൊച്ചൊരു പ്രാവശ്യം കാണിച്ചു തന്നു, പക്ഷെ ഞാനത് മറന്നുപോയി. അങ്ങനെയൊക്കെയാണ് എൻ്റെ. അപ്പം പിന്നെ ഞാനതിൽ എന്തിട്ടാ അനുകരിക്കാൻ നടക്കണേ. അങ്ങനെ ചോദിച്ചതിന് മറുപടി പറഞ്ഞെന്നുള്ളൂ, അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല. പിന്നെ ചൂടെല്ലായിടത്തും ഉണ്ട് അല്ലേ മക്കളെ? നമ്മുടെ കാടിറ്റില് മാത്രമുള്ള ചൂട്. പിന്നെ ഞങ്ങളുടെ സ്ഥലം ചോദിക്കുന്നുണ്ട്, കോഴിക്കോടാണോ? ഹിപ്പുവിന്റെ സിനിമ കാണാൻ പോയതിൽ ആരോ കമന്റ് ഇട്ടിട്ടുണ്ടായി, മമ്മിയുടെ വീട് എവിടെ, കോഴിക്കോടാണോ എന്നൊക്കെ. കോഴിക്കോടല്ല, പന്നിക്കോട്. കോഴിക്കോടല്ല, ഞങ്ങളുടെ വീട് തൃശ്ശൂർ ജില്ല ചാലക്കുടി. അവിടെ നിന്ന് ഒരു 15 രൂപയുടെ ഇങ്ങോട്ട് പോരണം, കാടുകുറ്റി. അവിടെയാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പൊ സ്ഥലം മനസ്സിലായില്ലേ? പിന്നെ അമ്മുവിന്റെ ജോബ് എന്തുട്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു പ്രാവശ്യം പറഞ്ഞതാണ്, എന്നാലും ഒന്നും കൂടി സബ്സ്ക്രൈബർമാരെ മാനിച്ച് ഒന്നും കൂടി പറഞ്ഞു കൊടുത്തേക്ക് അമ്മു. ഞാനൊരു NBFC കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആയിട്ട്. NBFC എന്ന് പറഞ്ഞാൽ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി. അപ്പൊ വല്ലവരും വല്ല പൈസ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമ്മുന്റെ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അമ്മുന്റെ അമ്മനെ കോണ്ടാക്ട് ചെയ്ത് ധൈര്യമായിട്ട് ഇടാം. ഞങ്ങൾ ഗ്യാരണ്ടി, മമ്മി ഗ്യാരണ്ടി. ഗോൾഡ് ലോൺ ഇട്ടിട്ട് ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല ഗോൾഡ് ലോൺ. അപ്പൊ അങ്ങനെ പിന്നെ എന്തെന്നാ, പിന്നെ അങ്ങനെ കുറെ മമ്മി ഇങ്ങനെ അപ്പൊ എല്ലാവരും, അതായത് നമ്മളൊരു Q&A ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ചോദ്യങ്ങള് വീഡിയോന്റെ അടിയിൽ, ഇനി ഇടുന്ന വീഡിയോസിന്റെ അടിയിൽ കമന്റ് ആയിട്ട് ഇടാം. അപ്പൊ നമ്മളത് എഴുതി വെച്ച് നമ്മളതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മളത് അങ്ങനെ എഴുതി വെക്കും. അപ്പൊ എല്ലാവരും കമന്റ് ചോദിക്കണം. ഒരു കമന്റ് ഇടല് 3-4 പേരെ കമന്റ് ഇടുള്ളൂ, എന്നാലും അവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ 3-4 പേരൊന്നല്ല, അതിലധികം പേര് ഇടുന്നുണ്ട്. 3-4 പേരെന്ന് പറയണ എന്തിനാ നീ കമന്റ് ഇടണ്ട്. അതില് ചോദിക്കാം, അതിനുള്ള മറുപടി അങ്ങ് പറയും, മറുപടി അങ്ങ് തരുന്നതായിരിക്കും. പിന്നെ ചോദിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ കൂട്ടുകാരത്തിൻ്റെ മരുമോനും മോളും വന്നപ്പോൾ മിഠായിയും ക്യൂടെക്സ് അതൊക്കെ തന്നത് ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ടായി. പക്ഷേ അപ്പം ചോദിക്കേണ്ടത് എന്തിനാ ഞങ്ങളെ കാണിക്കണേന്ന്. പക്ഷെ ഇവിടെ എന്തെങ്കിലും ഒരു ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ ഒരു സന്തോഷം. മുന്നൊക്കെ എൻ്റെ ഒക്കെ ചെറു പ്രായത്തിൽ ആരും നമ്മൾക്ക് അങ്ങനെ തരാനോ കൊണ്ടുവന്ന് പറ്റാത്ത ഒരു അവസ്ഥകളായിരുന്നു. ഇപ്പൊ അവസ്ഥകൾ മാറി വരുമ്പോ നമ്മൾ അതനുസരിച്ച് സന്തോഷം. അപ്പൊ അതൊരു ഷോർട്ട് വീഡിയോ ഇടണേന് ഇപ്പൊ എന്താ മക്കളെ ഇഷ്ടമുണ്ടെങ്കിൽ മമ്മി പറയാൻ കാരണം ഇന്നും നമുക്കിതേ കിട്ടിയിട്ടുണ്ട്. അയ്യേ ചോദിച്ചു മേടിച്ചതല്ല, ഇത് എൻ്റെ ചിറ്റട മോൻ. ഞാൻ പറയാം, ഇത് എൻ്റെ ചിറ്റട മോളുടെ മോൻ ജർമ്മനിന്ന് വന്നപ്പോ തന്നതാ. അപ്പൊ എൻ്റെ ചിറ്റ എന്ന് പറയുമ്പോ നിങ്ങൾ ഇനിയും ചോദിക്കും ചിറ്റ ആരാണെന്ന്. ചേച്ചിയാണ് ട്ടാ, ഞാൻ പറഞ്ഞില്ല ആദ്യം. എൻ്റെ ചേച്ചിയുടെ മോളുടെ മോൻ ഇന്നിപ്പോ ഇവിടെ വന്നിട്ടുണ്ടായി. അപ്പൊ തന്നതാണ് അമ്മൂന് ഒരു ലിപ്സ്റ്റിക്ക്, പെർഫ്യൂം, പിന്നെ ചോക്ലേറ്റ്, പെർഫ്യൂം, ഇത് ലിപ്സ്റ്റിക്ക്, പിന്നെ നിന്നാ അങ്ങനെ തന്നെ തുറക്ക്. എന്തുട്ട കാണിച്ച തുറക്കണ എന്റെ പോയല്ലേ. അപ്പൊ മിഠായി നമ്മൾ പൊട്ടിക്കണം. അപ്പൊ മിഠായി നമുക്ക് പൊട്ടിച്ച് കഴിച്ചു നോക്കാം. ഷുഗറാണ് എന്നോട്. പിന്നെ കമന്റിൽ ചോദിക്കുന്നുണ്ട്, മമ്മിക്ക് ഞാൻ പെസഹപ്പും പാലൂർക്കും കഴിച്ചു കഴിഞ്ഞപ്പോ ചോദിക്കുന്നുണ്ട്, മമ്മിക്ക് ഷുഗർ അല്ലേന്ന്. ഷുഗറൊക്കെ മമ്മിയുടെ മമ്മിയുടെ എന്താ പറയാ, മമ്മിയുടെ ജീവിതത്തിൽ ഇപ്പോഴൊക്കെ മുന്നെന്ന് പറയണത് അങ്ങനെ കഴിക്കാനുണ്ടായി, പട്ടിണി കിടന്നല്ല പറയണേ. ആ സമയത്തിന്റെ ഒരു പ്രത്യേകത അന്നുണ്ടായി. അതിപ്പോ പറയണില്ല ഞാൻ. ഇപ്പ ഷുഗർ അല്ല ഇങ്ങനെ കഴിക്കുന്നത്. ഞാനത് നോക്കാറില്ല മക്കളെ. കാര്യം നിങ്ങൾ പറയും മമ്മി അതൊക്കെ ശ്രദ്ധിക്കണ്ടേന്ന്. മമ്മി കാര്യമായിട്ട്
മധുരം, അങ്ങനെ പഞ്ചസാര, അങ്ങനെ ഒരു നേരം ചായ കുടിക്കുള്ളൂ. അതില് ലേശം പഞ്ചസാര എന്ന് ഉദ്ദേശിക്കുന്നത് അതല്ല. പഞ്ചസാര മമ്മി കഴിക്കണ ചോറടക്കം പഞ്ചസാരയാണ്, അതിൽ കൂടിയാണ് ഈ ഷുഗർ വന്നത്. അല്ലാണ്ട് പഞ്ചസാര മാത്രം കട്ട് ചെയ്തുകൊണ്ട് ഷുഗർ കുറയില്ല. അപ്പൊ മമ്മിക്ക് ഷുഗർ അല്ലേ കഴിക്കാണ്ട്. ചാകുമ്പോ അങ്ങോട്ട് ചാകട്ടെ മക്കളെ, ഞാൻ കഴിക്കും. മമ്മി കഴിക്കുന്നുണ്ട്. പഞ്ചസാര ഇടുന്ന സാധനങ്ങള് മമ്മി ഉദ്ദേശിക്കുന്നത് ഷുഗറാന്ന് പറഞ്ഞപ്പോ അത് നമ്മളുണ്ടല്ലോ അവിടെ ഉണ്ടല്ലോ. അയ്യേ, മമ്മിയുടെ വിചാരം അങ്ങനെയാണ്. അതല്ല, പഞ്ചസാരയാണ്. ശരിയാണ്. പക്ഷെ ഭക്ഷണം കഴിക്കാണ്ട് പറ്റോ മക്കളെ? മമ്മി ഭക്ഷണം കുറേശ്ശെ കഴിക്കുന്നുണ്ട്. അപ്പൊ മിഠായി പുറത്തേക്ക് എടുക്ക്. വലിച്ചോ, എടുക്കും മോനെടുക്ക. അതിനിപ്പോ എന്താ? അയ്യോ, ഇനി പൊട്ടിക്കണ്ടേ? നമുക്ക് റോച്ചനെ കിട്ടിയിട്ടുണ്ട്, ഫെറോ റോച്ച. അപ്പൊ അത് നമുക്ക് അൺബോക്സ് പൊട്ടിച്ച. ശരി, അപ്പൊ മമ്മി വാങ്ങിച്ചതിന് അല്ല, ഞാൻ അമ്മനോട് പറഞ്ഞതാണ് പൊട്ടിക്ക്. അമ്മ എന്റെ കയ്യില് തന്നു. അമ്മൂനെ അങ്ങോട്ട് പൊട്ടിക്കാലാ. ഞാൻ നീ തിന്നണ്ടാ, ഷുഗർ അല്ല. കണ്ടിട്ട് മനസ്സിലാവും. അൺബോക്സ് ചെയ്യാ. അപ്പൊ നമുക്ക് ഒരെണ്ണം കഴിച്ചോക്കെ എങ്ങനെയുണ്ടെന്ന് പറയാം. ഇപ്പോഴും പറയും ഷുഗർ അല്ലേ എന്ന് സാരം. ഇതാണ് ആ കിൻഡർ ജോയുടെ ഉള്ളിലത്തെ പോലത്തെ. എന്റെ പൊന്നും, ഇത് വീഡിയോ അതിന് മുമ്പ് അല്ല, അതല്ലടാ. ഒരു 3 മാസങ്ങൾക്ക് ശേഷം ഞാൻ ഷുഗർ കഴിക്കാൻ പോയിട്ടാ. മിഠായി ഒന്നും തൊട്ടല്ല, ഇടയ്ക്ക് കഴിച്ചില്ലേ. സൂപ്പർ. 3 വർഷത്തിന് ശേഷം. അവൻ 3 വർഷമല്ല, 3 മാസം. അവൻ കുറെ നാളായി ഷുഗർ കഴിച്ചിട്ട്. ജിമ്മിൽ പോണോണ്ട് ഒന്നും കഴിക്കണ്ടായില്ല, ഡയറ്റിങ് കാര്യങ്ങളൊക്കെ ഇറങ്ങി. എങ്ങനെയുണ്ട്? ഛർദിക്കാൻ വേണ്ടി. അയ്യോ, വിഷയം അടിപൊളി ടേസ്റ്റ്. എങ്ങനെയുണ്ടോ മീ? അടിപൊളി. എങ്ങനെയുണ്ടാവും? ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. കഴിച്ചോ? വീഡിയോ എടുത്തോണ്ടിരിക്കണം. പിന്നെ അപ്പൊ കഴിച്ചേ, ഞാൻ കഴിക്കാൻ പോണു. ടേസ്റ്റ് ഉണ്ടോടാ? ഇതൊക്കെ അവരിട്ടോ കേട്ടോ. അടിപൊളി ടേസ്റ്റ് അല്ലേ? സൂപ്പർ സാധനം. ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പൊ എന്റെ ചേച്ചിയുടെ മോള് ദീപയും ആദിഷ് അച്ചുട്ടൻ എന്നാണ് വിളിക്കണേ. അതും കൂടിയും അന്നൂസും കൂടിയും വന്നു കഴിഞ്ഞപ്പോ, അന്നൂസ് ദീപയുടെ അനീത്തിയുടെ ബോവിത, ഞാൻ പറയാറില്ലേ ബോവിതയുടെ മോളാണ്. അവര് 3 പേരും കൂടി ഇന്ന് വീട്ടിൽ വന്നപ്പോ കൊണ്ടുവന്ന എന്താണ് മിഠായി, പെർഫ്യൂം, ലിപ്സ്റ്റിക്ക്. അമ്മൂനൊരു ലിപ്സ്റ്റിക്ക്. അപ്പൊ ഇത്രയൊക്കെയാണ് മക്കളെ വിശേഷം. പിന്നെ പിന്നെ ഒരു ഇതില് ഒരു കമന്റ് മമ്മി വായിച്ചിരുന്നു. ഒരു മോളുടെ കല്യാണമാണ്, ചാലക്കുടിയിലാണ്. ഹസിന്റെ എന്ന് പറഞ്ഞ മോനെ. ഹസിന്റെ വീട് ചാലക്കുടിയില്, ആ കുട്ടിയുടെ വീട് പാലക്കാട്. അപ്പൊ കല്യാണത്തിന് വിളിച്ചാ വരോ ചോദിക്കണ്ടായിരുന്നു. ചാലക്കുടിലാന്നൊക്കെ മമ്മി വരാം. മമ്മിനെ വിളിച്ചോളൂ, മമ്മി വരും കല്യാണത്തിന് വരാം. മറ്റേ സിനിമയില് കണ്ടല്ലേ, എനിക്കറിയാൻ പാടില്ല സാറത്തിന് ചോറ് തരാന്ന് ചോദിച്ചു ഇല്ല മക്കളെ, ചാലക്കുടിയിലാന്ന്. ചാലക്കുടി ഇവിടെ അടുത്തല്ലേ മോനെ, 15 രൂപ വണ്ടി ഇതുള്ളൂ. മമ്മി അമ്മ കൂടിയും വരാം. ഇവര് വന്നില്ലെങ്കിൽ വേണ്ട, മമ്മി അമ്മ കൂടിയും വരുന്നതായിരിക്കും. വേറെ വിശേഷം വേറെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യാ, വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ. മമ്മി കൊണ്ട് ഇങ്ങനെ കിടക്കണ്, സുഖിച്ച് കിടക്കണ ഇങ്ങനെ. ആളെ മയക്കത്തി കിടക്കണ. അതാണ് സംഭവം. എടുത്തോണ്ട. ഹാട്ടല്ലടാ, ചോറും തടത്. എടാ ചോറ് കൊടുത്തു തന്നതിന്. ഇപ്പൊ തൈര് ഇട്ട ചോറ്, തൈര് പുളിയായിട്ട് വായിക്കാൻ വേഗം അങ്ങോട്ട് തിന്നോളൂ. അപ്പൊ മക്കളെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ഭൂരിപക്ഷ ആൾക്കാരും മമ്മിയുടെ നഖം ഭൂരിപക്ഷം അല്ല,
ഒന്നോ രണ്ടോ ആൾക്കാർ പറയുന്നുണ്ട് നഖം വെട്ടിക്കളയാ, ബാക്കിയുള്ള ആൾക്കാർ പറയുന്നുണ്ട് മമ്മി നെയിൽ ആർട്ട് ചെയ്യുന്നത് നല്ല ഭംഗിയുണ്ട് ഇട്ടോളൂ എന്ന്. അപ്പം അത് ഞാൻ ആരുടെ കേൾക്കും? ഭൂരിപക്ഷം അല്ലേ നോക്കണ്ടേ? അപ്പം ഭൂരിപക്ഷം നോക്കണേ മമ്മി നഖം വെട്ടാനുള്ള നെയിലിടുന്നുണ്ട്. അല്ലട ഭൂരിപക്ഷം അല്ല, കുറച്ച് ആൾക്കാർ, ഒന്നോ രണ്ടോ ആൾക്കാർ നഖം വെട്ടിക്കള, ഇതിൻ്റെ നഖം ഹിപ്പുവിൻ്റെ ഒരു ഇതിൽ ആ സിനിമ ഹിപ്പു ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഹിപ്പു ടെക്നോൻ്റെ കൂടെ ബുഡ് ക്യാമ്പിൽ ഉണ്ടായതാണ്. അവർ രണ്ടുപേരും ഒരു കുഴപ്പമില്ലാണ്ട് ഇപ്പോഴും മുന്നോട്ട് പോണ്. സിനിമ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായി. അതുപോലെ ഇനി ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഏതായാലും വ്ളോഗ് എടുക്കാം കേട്ടോ, ഹിപ്പുവിനെ കാണിക്കാൻ. അങ്ങനെയാണ്. അപ്പോൾ ഓക്കെ.